പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. ദാനിയേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൽ നബൂഖദ്നേസർ രാജാവിന് ഒരു സ്വപ്നം കാണാനിട വന്നു. നബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെടാനിട വന്നു. കണ്ട സ്വപ്നം മറന്നുപോയി. ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടി രാജാവിനോട് സ്വപ്നം അറിയിക്കാൻ മന്ത്രവാദികളെയും ആഭിചാരകരെയും ക്ഷുദ്രക്കാരെയും കൽദായരെയും വിളിക്കാൻ രാജാവ് കൽപ്പിച്ചു. രാജാവ് കണ്ട സ്വപ്നം മറന്നുപോയപ്പോൾ ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികൾ, ആഭിചാരകർ, ക്ഷുദ്രക്കാർ, കൽദായരെ എല്ലാം വിളിച്ചു വരുത്തി. എന്നിട്ട് രാജാവ് വന്നിട്ട് അവർ വന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം മറന്നുപോയ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ലെന്ന് ഇവർ തന്നെ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് അവരെ കൊല്ലുവാൻ, അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോഴാണ് ദാനിയേൽ എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചോദിച്ചു, ഇത്രയും വേഗം ഈ തീരുമാനമെടുക്കാൻ കാരണം എന്താണ്? ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന്. അപ്പോഴാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത്, 2-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വചനത്തിൽ ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്ന് താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്ന് ബോധിപ്പിച്ചു. 17-ാമത്തെ വചനത്തിൽ പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിന് ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഏത് കാര്യവും വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവം, യഥാർത്ഥ ദൈവം, ദാനിയേലിന്റെ ദൈവം, നമ്മുടെ കർത്താവ് നമ്മുടെ അകത്തു വസിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു ആഭിചാരകന്റെ അടുക്കലേക്ക് ഓടരുത്, ഒരു ക്ഷുദ്രക്കാരന്റെ അടുക്കലേക്ക് ഓടരുത്, ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് ഓടരുത്. എങ്ങോട്ട് വരണം? പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യന്റെ അടുക്കൽ വന്ന് അവരോട് ചേർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ദാനിയേലിന് ദൈവം കൊടുത്ത കൃപയെക്കുറിച്ച് 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം പറയുന്നുണ്ട്. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു എന്ന്. ദൈവം കൊടുത്തതാ. ദാനിയേലിന് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ദൈവമാ വരം കൊടുത്തത്. 19-ാമത്തെ വചനത്തിൽ അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ഏത് മറന്നുപോയ കാര്യങ്ങളും ഏത് സ്വപ്നങ്ങളും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ്, ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് നിങ്ങളെന്ന് അറിയണം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഏതു രഹസ്യങ്ങളും വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഹൃദയ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. നമ്മളിൽ വസിക്കുന്ന ഒരു ദൈവം, നമ്മളിൽ തന്നെ ദൈവം വസിക്കുന്നുണ്ടെന്നേ. ദൈവം നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. രാജാവിന് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചു പറഞ്ഞു കൊടുത്ത ദാനിയേൽ ഇന്ന്
ഇതുപോലെ സ്വപ്നങ്ങളും വെളിപ്പാടുകളും ദർശനങ്ങളും തന്ന ദൈവമക്കളെയാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ടും ഓടണ്ട. ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കാമോ? ഒന്നിച്ചു പ്രാർത്ഥിക്കാവോ? ദാനിയേലും കൂട്ടരും പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്നേ. പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെടുത്താത്ത ഒരു കാര്യവുമില്ല പ്രിയമുള്ളവര്. എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണ്. അവന്റെ സന്നിധിയിൽ നമ്മൾ ഹൃദയങ്ങൾ ഒരുക്കിയൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ ആ മലയിലോ ഈ മലയിലോ ആ സ്ഥലത്തോ ഈ സ്ഥലത്തോ ഒന്നും അല്ല. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു എന്നാ യേശു പറഞ്ഞത്. നമുക്ക് വേണ്ടതെല്ലാം വെളിപ്പെടുത്തി തരുന്ന ഒരു കർത്താവ് പ്രാർത്ഥിക്കുന്നവരിലൂടെ ഇത് വെളിപ്പെടുത്തുന്നേ. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിന്റെ സന്നിധിയെ ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ പ്രഭാതത്തിൽ. കർത്താവേ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ എല്ലാം അറിയുന്നവന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ട ആലോചനകളും ഞങ്ങൾക്ക് വേണ്ട ദൈവിക വെളിപ്പാടുകളും പകർന്നു തരുവാൻ ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകേണ്ട. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ കൂട്ടായ്മയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവത്തിന്റെ ആലോചനയെ പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കൃപയും ബലവും തന്ന് ഞങ്ങളെ നയിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.